ഇപ്പോൾ പാലക്കാട്ടിലെ തോൽവി അത് BJP ഈ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ BJP എന്ത് നിലപാടെടുക്കുന്നു എന്ന് നിർണായകമാണ്. ഇന്നിപ്പോൾ കൊച്ചിയിൽ ഒരു നേതൃയോഗം ചേരുന്നു. നിതിൻ അംബുജൻ നമ്മോടൊപ്പം അതിന്റെ വിശദാംശങ്ങളുമായി ചേരുന്നു. നിതിൻ, ഗുഡ് മോർണിംഗ്. അപ്പോൾ BJP-യിൽ ആകെപ്പാടെ അസ്വാരസ്യങ്ങളാണ്. പാലക്കാട്ടെ തോൽവി ആ പാർട്ടിയെ ആ രീതിയിൽ പിടിച്ചുലക്കുന്നുണ്ട്. ഈ നേതൃയോഗത്തിൽ ഈ വിഷയം സ്വാഭാവികമായിട്ടും ചർച്ചയാകും. അതിൽ തർക്കങ്ങളൊന്നുമില്ലല്ലോ അല്ലേ? ഉറപ്പാണ്. പാലക്കാട്ടെ തോൽവിയുടെ അനുരണനങ്ങൾ ഇന്ന് കൊച്ചിയിലുണ്ടാകും. മാത്രമല്ല, ഈ സി കൃഷ്ണകുമാറിനെതിരെയൊക്കെ പാൽബൂത്തിലും നിൽക്കും. അതേപോലെ തന്നെ എവിടെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായാലും അദ്ദേഹം സ്ഥാനാർത്ഥിയെ നിൽക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരുപാട് ആരോപണങ്ങൾ വരുന്നു. സംസ്ഥാന നേതൃത്വത്തിനെതിരായ ആരോപണങ്ങൾ വരുന്നു. അപ്പോൾ ഇതൊക്കെ ഇന്ന് ചർച്ചയാകുമോ? പ്രജിൻ, ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. എന്തായാലും പാലക്കാട്ടെ തോൽവി ഒരു പ്രധാനപ്പെട്ട ചർച്ചയായി തന്നെ ഇന്നത്തെ നേതൃയോഗത്തിൽ മാറും. കാരണം സംഘടനാ തെരഞ്ഞെടുപ്പാണ് മുഖ്യ അജണ്ടയെങ്കിൽ പോലും പാലക്കാട്ടെ പാർട്ടിയുടെ ദയനീയ പരാജയം അത് യോഗത്തിൽ ഉയർത്താനാണ് ഒരു വിഭാഗം, സുരേന്ദ്രൻ്റെ എതിർ വിഭാഗത്തിൻ്റെ നീക്കം. പ്രത്യേകിച്ചും നമുക്കറിയാം, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം പാലക്കാട് BJP ഉണ്ടാക്കിയിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു മാത്രമല്ല വോട്ട് കുറവാണ്. ഇതടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തി സുരേന്ദ്രൻ്റെ രാജി ആവശ്യം ഉയർത്താനാണ് എന്തായാലും സുരേന്ദ്ര വിരുദ്ധ ചേരിയുടെ നീക്കം. അതേസമയം തന്നെ ശോഭാ സുരേന്ദ്രനും പ്രാദേശിക നേതാക്കളും ഈ പ്രചരണ രംഗത്ത് സജീവമായിരുന്നില്ല എന്ന കാര്യമെല്ലാം ചൂണ്ടിക്കാട്ടി ഒരു പ്രതിരോധം തീർക്കാൻ എന്തായാലും സുരേന്ദ്ര പക്ഷത്തിന്റെ നീക്കവും കൊണ്ടുമുണ്ട്. നിലവിൽ സുരേന്ദ്രനൊപ്പം ഇരുന്ന വി മുരളീധരൻ ഇപ്പോൾ എതിർചേരിയിലാണ്. അതുകൊണ്ട് തന്നെ സുരേന്ദ്രന്റെ ഒപ്പമുള്ള ആളുകളുടെ എല്ലാം സ്വാഭാവികമായിട്ടും എണ്ണം ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സുരേന്ദ്രൻ ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ എന്തായാലും സുരേന്ദ്രൻ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. മാത്രമല്ല, സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം രാജ്യസന്നദ്ധ നേതൃത്വത്തെ അറിയിച്ചെന്ന 24-ന്റെ വാർത്തയുണ്ടായിരുന്നു. അത് സുരേന്ദ്രൻ നിഷേധിച്ചിട്ടുമില്ല. ദേശീയ നേതൃത്വത്തിന്റെ പൂർണ്ണ പിന്തുണ എന്തായാലും ഇപ്പോൾ സുരേന്ദ്രനുണ്ട്. പക്ഷേ സുരേന്ദ്രൻ ഈ നീക്കം ഒരു നാടകമാണെന്നാണ് സുരേന്ദ്ര വിരുദ്ധ ചേരിയുടെ ആരോപണം. കാരണം രാജ്യസന്നദ്ധ അറിയിക്കുമ്പോൾ സ്വാഭാവികം ദേശീയ നേതൃത്വം ഒപ്പം ഉണ്ടാകും. അതുകൊണ്ട് ഒരു സുരക്ഷ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തും ഉണ്ടാകുമെന്നൊരു വിലയിരുത്തലാണ് എന്തായാലും സുരേന്ദ്ര പക്ഷത്തിന്റെ ഒരു ആലോചന. എന്തായാലും ഇന്നത്തെ നേതൃയോഗത്തിൽ സ്വാഭാവികമായിട്ടും ഈ പാലക്കാട്ടെ ദയനീയ തോൽവി കൂടാതെ സംഘടനാ തിരഞ്ഞെടുപ്പാണ് പ്രധാനപ്പെട്ട മുഖ്യ അജണ്ട. ഈ പാലക്കാട്ടെ എന്താണ് പറയാ, പാലക്കാട്ടത്തെ BJP നേതൃത്വം അത് വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിക്കുന്നു, അത് സംസ്ഥാന നേതൃത്വത്തിനെ പലപ്പോഴും മറികടക്കുന്നു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളൊക്കെ പല കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇപ്പം സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടയ്ക്ക് ഒരു നടപടി എടുക്കാതെ പാലക്കാട്ടെ BJP നേതാക്കൾക്കിടയിൽ അവിടത്തേക്ക് ഒരു നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ കർശനമായ നടപടികളോ അങ്ങനെ എന്തെങ്കിലും സാധ്യതയുണ്ടോ? അത്തരം സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. കാരണം പാലക്കാട്ടെ ഒരു തോൽവിന്റെ പശ്ചാത്തലത്തിൽ ഒരു പ്രാദേശികമായിട്ടുള്ള നടപടിയെടുത്താൽ സ്വാഭാവികമായിട്ടും വലിയ തരത്തിലൊരു പൊട്ടിത്തെറികൾ എന്തായാലും പാലക്കാട്ട് BJP-യിലേക്ക് പോകും. തോൽവി പിന്നാലെ വലിയ അസ്വാരസ്യങ്ങളും ഭിന്നാഭിപ്രായങ്ങളും തന്നെ പാലക്കാട് ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് നിലയിലാണ് ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്നത് വലിയ തലവേദനയിലാണ് BJP നേതൃത്വമുള്ളത്. ഒന്ന്, സുരേന്ദ്രന്റെ രാജി ആവശ്യമായി ഒരു വിഭാഗം രംഗത്തുണ്ട്. അതേസമയം പ്രാദേശിക നേതൃത്വത്തെ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരു വിഭാഗം രംഗത്തുണ്ട്. അതിനിടയിലാണ് സംഘടന തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. ഈ നേതൃയോഗത്തിൽ ഇതെല്ലാം ചർച്ചയാകും. എന്തായാലും ഇതിനിടയിലാണ് സുരേന്ദ്രന്റെ സ്വയം സന്നദ്ധ അറിയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കലുഷിതമായ ഒരു നേതൃയോഗമാണ് എന്ന് പറയാം. രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു കരുനീക്കമാണല്ലോ. അപ്പൊ ഈ കരുനീക്കങ്ങളുടെ ഭാഗമായി BJP-ക്ക് ഏറ്റവും വലിയ തലവേദനയാകാൻ പോകുന്നത് ഈ പറയുന്ന ഭിന്നതകൾ തന്നെയായിരിക്കും അല്ലേ? പടലപ്പിണക്കങ്ങൾ എല്ലാ മേഖലയുണ്ട്. അപ്പോൾ നിതിൻ അമ്പു ഇന്ന് പോയിട്ട് ഈ കാര്യങ്ങളെല്ലാം വിശദമായി റിപ്പോർട്ട് ചെയ്യുക. എന്തൊക്കെയാണ് രാഷ്ട്രീയ കരുനീക്കങ്ങളുടെ ഒരു പ്രത്യാഘാതങ്ങൾ, അതിന്റെ അനുരണനങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുക. നമ്മുടെ കൂടെ ഉണ്ടാവുമല്ലോ അല്ലേ? താങ്ക് യു.